നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചിരുന്ന ഒരു സ്ലഗിഷ്നെസ് മാറുകയും തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് നിഫ്റ്റി 0.71% ഉയർന്ന് 24,175 ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷനുകളിലായി മാത്രം സെൻസെക്സ് 1000 പോയിന്റും നിഫ്റ്റി 300 പോയിന്റും ഉയർന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം US മാർക്കറ്റിൽ നിന്നുള്ള പ്രധാന അപ്ഡേറ്റുകൾ, നാളത്തെ ട്രേഡിംഗ് സെഷന് വേണ്ടിയുള്ള നിഫ്റ്റിയുടെ പ്രധാന ലെവലുകൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ മാർക്കറ്റിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായ ഇടിവാണ്. US-ഉം ഇറാനും ദോഹയിൽ വെച്ച് നടത്തിയ ചില ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ സമാധാന ശ്രമങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടായില്ല എങ്കിലും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി കടന്നു പോകുന്ന ഷിപ്പുകൾക്ക് മുകളിൽ പ്രത്യേക ആശങ്കകളൊന്നും വരാത്ത സാഹചര്യത്തിൽ എണ്ണവില കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യ പോലെ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. രണ്ടാമത് US ഫെഡ് റിസർവ് ചെയർമാൻ കെവിൻ വാർഷ് നടത്തിയ ഒരു ഡോവിഷ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻഫ്ലേഷനെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയാണെന്നും അതുകൊണ്ട് ഇപ്രാവശ്യം അല്ലെങ്കിൽ ഈ വർഷം ഉയർന്ന അഗ്രസീവ് റേറ്റ് ഹൈക്ക് ഫെഡിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് US ഫെഡ് ചെയർമാൻ കെവിൻ വാർഷ് നൽകിയത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് വരാനിരിക്കുന്ന ഇന്ത്യ ജപ്പാൻ സബ്മിറ്റിനെ കുറിച്ചുള്ള പോസിറ്റീവ് ഹോപ്പാണ്. ഡിഫൻസ്, സെമി കണ്ടക്ടർ, ട്രേഡ്, AI കോർപ്പറേഷൻ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപയുടെ മൂല്യവും ഏറെക്കുറെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഇതും ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് ഹയർ സൈഡിലേക്ക് നയിക്കുന്നതിന് പിന്നിലെ പ്രധാന പങ്കുവഹിച്ചു. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് IT സെക്ടറാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. IT സെക്ടറിൽ വന്ന കറക്ഷന് ശേഷമുള്ള ഒരു ഷോർട്ട് കവറിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര, HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ IT ഇൻഡെക്സ് 4.64% ഉയരുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ ഇന്ത്യൻ IT കമ്പനികൾക്ക് അഡോപ്ഷനിൽ വലിയ റോൾ ഉണ്ടെന്നുള്ള വിദഗ്ധരുടെ പ്രതികരണവും IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. IT കൂടാതെ നിഫ്റ്റി, ഓട്ടോ, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾ തുടങ്ങിയ സെക്ടറുകളൊക്കെ 1% ഉയരുകയും ചെയ്തു. നാളത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കാരണം അമേരിക്കൻ മാർക്കറ്റിലെ ട്രെൻഡ് വളരെ പോസിറ്റീവാണ്. അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട മാക്രോ എക്കോണമിക് ഡേറ്റയും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ ജോബ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തിൽ വിപണിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏകദേശം 1,50,000-ലധികം ഫ്രഷ് ജോബ് പ്രതീക്ഷിച്ചെടുത്ത് വെറും 57,000 ഫ്രഷ് ജോബാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഡീഗ്രോത്ത് ആണ് ഇതുവഴി മനസ്സിലാക്കുന്നതെങ്കിലും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ലേബർ മാർക്കറ്റ് കൂൾ ഡൗൺ ആകുന്നതോടുകൂടി US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിന് മുതിർന്നേക്കില്ല എന്നാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഡോ ജോൺസ് 0.5%, നാസ്ഡാക്ക് 0.2%, S&P 0.3% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. നാളത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ടിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. 24,705 മാർക്കറ്റിൻ്റെ ഒരു കീ സപ്പോർട്ടാണ്. ഇതിനു മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം പോസിറ്റീവ് മൊമെൻറ്റം നിലനിൽക്കും. 24,250, 24,300 തുടങ്ങിയ ലെവലുകളായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 24,375 എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ വരും ദിവസങ്ങളിൽ 24,500 വരെ മാർക്കറ്റ് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 24,075 പ്രധാന സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 23,980, 23,980, അൾട്ടിമേറ്റ്ലി 23,880 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള 4 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർ ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വാർട്ടർ ബിസിനസ് അപ്ഡേറ്റിൽ ബാങ്ക് മികച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ഗ്ലോബൽ ബിസിനസ് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 10.32% വർദ്ധിക്കുകയും ബാങ്കിൻ്റെ ആകെ ബിസിനസ് മൂല്യം 29,99,876 കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്.
ബാങ്കിൻ്റെ മികച്ച പെർഫോമൻസിന് പിന്നിലെ പ്രധാന പങ്ക് വഹിച്ചത് ഡെപ്പോസിറ്റ്സിൻ്റെയും അഡ്വാൻസസിൻ്റെയും പിന്നിലുള്ള വളർച്ച തന്നെയാണ്. റീറ്റെയിൽ കോർപ്പറേറ്റ് ലോണുകളിലും ബാങ്കിംഗ് നിക്ഷേപങ്ങളിലും വന്ന മുന്നേറ്റം ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് നാളെ പഞ്ചാബ് നാഷണൽ ബാങ്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു സ്റ്റോക്ക് PC ജുവലേഴ്സ് ആണ്. PC ജുവലറുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ബിസിനസ് അപ്ഡേറ്റിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 21% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഈ ക്വാർട്ടറോട് കൂടി ഡെപ്റ്റ് ഫ്രീ ആകുമെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും കമ്പനിയുടെ ടോട്ടൽ ഡെപ്റ്റിൽ 90%-ലധികം കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ PC ജുവലർ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഇതുകൂടാതെ പബ്ലിക് ബാങ്കിംഗ് സെക്ടറിലെ ഒരു പ്രമുഖ ബാങ്കായ യൂക്കോ ബാങ്കിൻ്റെയും ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. യൂക്കോ ബാങ്ക് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 6 ലക്ഷം കോടി രൂപയുടെ ടോട്ടൽ ബിസിനസ് എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ബാങ്കിൻ്റെ ടോട്ടൽ ബിസിനസ് 6.05 ലക്ഷം കോടിയായി ഉയർന്നിട്ടുണ്ട്. അഡ്വാൻസസിലും ഡെപ്പോസിറ്റ്സിലും വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് 11.4% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചപ്പോൾ അഡ്വാൻസ് 21.33% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് യൂക്കോ ബാങ്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു സ്റ്റോക്ക് ഡിമാർട്ട് ആണ്. ഡിമാർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു കോർപ്പറേറ്റ് ഫണ്ടിങ്ങിൻ്റെ വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് നാളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. ഡിമാർട്ട് അതിൻ്റെ ഡിജിറ്റൽ ഓൺലൈൻ ബിസിനസ് പ്ലാറ്റ്ഫോമായ ഡിമാർട്ട് റെഡി എന്ന കമ്പനിയിലേക്ക് 150 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതുവഴി വർക്കിംഗ് ക്യാപിറ്റലുകൾക്കും പുതിയ ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും വേണ്ടിയായിരിക്കും കമ്പനി കാപ്പെക്സ് പ്ലാൻ ഉപയോഗിക്കുക. അതുകൊണ്ട് നാളെ ഡിമാർട്ട് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും.